ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് തുടർച്ചയായി 5 പതിറ്റാണ്ട് മേളത്തിൻ്റെ ഭാഗമാവുക. അത്തരമൊരു ഭാഗ്യം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് വാദ്യകലാകാരൻ തിരുവല്ല രാധാകൃഷ്ണൻ. കോഴിക്കോട് തളി മഹാക്ഷേത്രത്തിലാണ് തിരുവല്ല രാധാകൃഷ്ണൻ തുടർച്ചയായി 50 വർഷം മേളക്കാരനായത്. പതിനാറാം വയസ്സിൽ ഗുരുവായൂർ ക്ഷേത്രവാദ്യകലാ വിദ്യാലയത്തിൽ നിന്നാണ് തിരുവല്ല രാധാകൃഷ്ണൻ ക്ഷേത്രമേളങ്ങൾ പഠിച്ചത്. തിരുവേഗപ്പുറ രാമപൊതുവാളായിരുന്നു ഗുരു. പിന്നീടിങ്ങോട്ട് വാദ്യകലയ്ക്കായി മാറ്റിവെച്ചു ജീവിതം. കേരളത്തിലെ പ്രമുഖ ഉത്സവങ്ങളിലെല്ലാം സ്ഥിര സാന്നിധ്യം. തളി മഹാക്ഷേത്ര ഉത്സവത്തിലെ മേളത്തിന്റെ ഭാഗമാകാൻ തുടങ്ങിയിട്ട് തുടർച്ചയായ 50 വർഷം. വർഷമായി തളി ക്ഷേത്രത്തിലെ മേളപ്രമാണിയാണ്. 34 വർഷം തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായി. 50 വർഷം ഇപ്പോൾ ഇവിടെ തികയുന്നു. അടുത്ത വർഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ 50 വർഷമാകും. കാരണം ഒരു കൊല്ലം മുമ്പേ ഞാനിവിടെ അരങ്ങേറ്റത്തിന് മുമ്പേ ആശാൻ്റെ കൂടെ ഇവിടെ വന്ന്, അതുകൊണ്ട് ഇവിടെ 50 ആകുന്നു. അവിടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആകുന്നു. അപ്പോൾ അടുത്ത 50 വർഷമാകും അവിടെ. അതൊരു മഹാഭാഗ്യം തന്നെയാണ്. എൻ്റെ നാട് പോലെ തന്നെ ഇവിടെ കണക്കാക്കുന്നത്. എല്ലാവരും എന്നോട് അങ്ങനെ സഹകരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ മേളത്തിന് നിൽക്കണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഇങ്ങനെ വരുന്നുണ്ട്. KSRTCയിലെ ജോലിക്കിടയിലും വാദ്യകലയെ നെഞ്ചോട് ചേർത്തു. ആ കഠിന പ്രയത്നത്തിന് നിരവധി അംഗീകാരങ്ങളും ലഭിച്ചു. സംഗീത നാടക അക്കാദമിയുടെ കലാപ്രതിഭാ പുരസ്കാരം, തളി മഹാക്ഷേത്രം സാമൂതിരി രാജവക സുവർണമുദ്ര, കേരള കലാമണ്ഡലം ഗുരുസ്മരണ അവാർഡ്, കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി അവാർഡ് എന്നിവ അംഗീകാരങ്ങളിൽ ചിലതു മാത്രം. അമേരിക്ക ആസ്ഥാനമായ കിങ് സർവകലാശാല ഡോക്ടറേറ്റും നൽകി ആദരിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. അപ്പോൾ ഈ തിരുവല്ല രാധാകൃഷ്ണൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 24 കുടുംബവുമായിട്ടും ഒരു ബന്ധമുണ്ട്. നമ്മുടെ ക്യാമറയിലെ സ്വാതിയുടെ അച്ഛനാണ്. ഒരുപാടിടത്ത് മേളത്തിന് പോകുന്നതായിട്ട് നമ്മളോട് ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സ്വാതിയാണെങ്കിൽ ഒരു വേഴ്സറ്റൈൽ പ്രൊഫൈലുള്ള ഒരാളാണ്. എഞ്ചിനീയറാണ്, ജേർണലിസം പഠിച്ച ആളാണ്, പിന്നെ മേളം നന്നായി ചെയ്യാൻ അറിയുന്ന ആളാണ്. അങ്ങനെ പല ബഹുമുഖ പ്രതിഭയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അച്ഛന് ഞങ്ങളുടെയും എല്ലാ ആശംസകളും. നമുക്കും അഭിമാനവും സ്നേഹവും.